ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ട് 14,235 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. കാർഷിക മേഖലയിലെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 2,817 കോടി രൂപയുടെ ഡിജിറ്റൽ കാർഷിക ദൌത്യം ആരംഭിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഭക്ഷ്യ പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കുന്നതിന് 3,979 കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം നൽകി. ഭക്ഷ്യവിളകളുടെ ജനിതക ശേഷി വർധന, കാർഷിക ഗവേഷണം തുടങ്ങി 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കാർഷിക വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താൻ 2,291 കോടി രൂപയുടെ പദ്ധതിക്കും ഇന്നു ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കന്നുകാലി ആരോഗ്യ സംരക്ഷണം, ഉൽപാദനം, ഹോർട്ടികൾച്ചർ വികസനം എന്നിവയ്ക്കായി 1,702 കോടി രൂപയുടെ പദ്ധതിയും നടപ്പാക്കും. 1,202 കോടി രൂപ ചിലവിൽ കൃഷി വിജ്ഞാന കേന്ദ്രവും 1,115 കോടി രൂപ ചിലവിൽ പ്രകൃതി വിഭവ പരിപാലന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്താനും കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. മുംബൈക്കും ഇൻഡോറിനുമിടയിൽ പുതിയ റെയിൽവേ ലൈനിനും മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ബ്രൂണെ, സിംഗപ്പൂർ സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ത്യയും ബ്രൂണയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണെ സന്ദർശിക്കുന്നത്. ഈ മാസം 4-5 തീയതികളിൽ അദ്ദേഹം സിംഗപ്പൂരും സന്ദർശിക്കും. പോലീസ് സേനയുമായി ബന്ധപ്പെട്ട PV അൻവർ MLAയുടെ ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസ് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കിയേക്കും. രാവിലെ മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ആരോപണ വിധേയനായ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി S. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. PV അൻവർ MLAയുമായി സുജിത് ദാസ് നടത്തിയ വിവാദ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അന്വേഷണം CBIക്ക് കൈമാറണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പിണറായി സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. തൃശൂർ DIG തോംസൺ ജോസാണ് അടിയന്തര യോഗം വിളിച്ചത്. മലപ്പുറം SP ആയിരുന്ന കാലയളവിൽ സുജിത് ദാസിനെതിരെയുള്ള മരം മുറിയും വെളിപ്പെടുത്തലുകളും വിവാദമായതിന് പിന്നാലെയാണ് യോഗം വിളിച്ചത്. മരം മുറി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് DIG തോംസൺ ജോസ്. സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സെപ്റ്റംബർ 5 മുതൽ 14 വരെയാണ് മേള. 13 ഇനം അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. കൺസ്യൂമർ ഫെഡ് ഓണം വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. സെപ്റ്റംബർ 7 മുതൽ 14 വരെയാണ് ഓണം വിപണികൾ പ്രവർത്തിക്കുക. നവീന സൌകര്യങ്ങളോടെ വയനാട് വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകൾ പുനർനിർമ്മിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട സ്കൂൾ കെട്ടിടങ്ങളും കളിസ്ഥലങ്ങളും ദുരിതാശ്വാസ പാക്കേജിൽ ഉൾപ്പെടുത്തി വീണ്ടെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പുനഃപ്രവേശനോത്സവം മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മൂന്നാറിനെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്നും പ്രളയത്തിൽ തകർന്ന സർക്കാർ ആർട്സ് കോളേജ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. മൂന്നാറിൽ കോളേജ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. 2018 പ്രളയത്തിലാണ് കോളേജ് കെട്ടിടങ്ങൾ ഇടിഞ്ഞുപോയത്. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എന്നിവിടങ്ങളിൽ വിനോദസഞ്ചാരികളുമായി വരുന്ന ഡ്രൈവർമാർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ടൂറിസം വകുപ്പിന്റെ ഉത്തരവ്. ടൂറിസം മേഖലയിലെ ഡ്രൈവർമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് പ്രത്യേക ഉത്തരവ് ഇറക്കിയത്. പാലക്കാട് അഹല്യ ക്യാമ്പസിൽ 3 ദിവസങ്ങളിലായി നടന്ന RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് സമാപിച്ചു. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ആഴത്തിലുള്ള ചർച്ചകൾ ബൈഠക്കിൽ നടന്നതായി അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേക്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. RSS സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്, സർ കാര്യവാഹ് ദത്താത്രേയ ഹൊസബാളെ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ബൈഠക്കിൽ RSSുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന 32 സംഘടനകളുടെ 230 പ്രതിനിധികൾ പങ്കെടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.